കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ യുവതിയുടേത് എന്ന് സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ ചേർത്തലയിൽ കണ്ടെത്തിയെന്ന് സൂചന. ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നാണ് മൃതദേഹ ഭാഗം കണ്ടെത്തിയത്. ജൈനമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കരുതുന്നയാളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടത്തി. ഷിനോജ് എസ്റ്റിയുണ്ട് വിശദവിവരങ്ങളുമായി. ഷിനോജ, എന്താണ് സംഭവിച്ചത്? വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി കഴിഞ്ഞ ഡിസംബർ 23-നാണ് ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജൈനമ്മയെ ഇവിടെ നിന്ന് കാണാതാകുന്നത്. ഇവർ ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ പള്ളി പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായിരുന്ന വ്യക്തിയാണ്. ഈ പ്രത്യേകിച്ച് എവിടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോയി അവിടെ ഇത്തരത്തിൽ ഈ പ്രാർത്ഥന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ഒരു ശീലമായിരുന്നു. ഈ മുമ്പും ഇത്തരത്തിലുള്ള പ്രാർത്ഥന യോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള കൃപാസനം ഒപ്പം മറ്റ് ഇത്തരത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ പോകുന്നത് പതിവായിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന വിവരമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഡിസംബർ 23-ന് ഇവർ ഇവിടെ നിന്ന് മിസ്സിംഗ് ആവുന്നു. ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടെ വിചാരിച്ചത് ഏതെങ്കിലും ഇത്തരത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിരിക്കും എന്നൊരു കാര്യമാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഒരു 2 ആഴ്ചയോളം കാണാതായതിനെ തുടർന്നാണ് ഈ ബന്ധുക്കൾ ആദ്യം പോലീസിൽ പരാതി നൽകുന്നത്. ആദ്യം ഏറ്റുമാനൂർ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ കേസിലെ പല നിർണായകമായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ജൈനമ്മ അതിനുശേഷം, ഈ മിസ്സിംഗ് ആയതിനു ശേഷം സഞ്ചരിച്ച പല സ്ഥലങ്ങളിലും ഈ ചേർത്തല സ്വദേശിയായിട്ടുള്ള ഒരാൾ കൂടി അവരുടെ ഫോൺ ലൊക്കേഷൻ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഇന്നലെ ഈ ചേർത്തലയിൽ നടത്തിയ നിർണായകമായ അന്വേഷണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ചേർത്തല സ്വദേശിയായിട്ടുള്ള സെബാസ്റ്റ്യൻ എന്നാണ് പേര് എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. സെബാസ്റ്റ്യൻ നേരത്തെയും ഒരു കൊലപാതക കേസിൽ പ്രതിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൻ്റെ സമീപത്ത്, സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ സമീപത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന അസ്ഥിഭാഗങ്ങൾ, അത് കത്തിക്കരിക്കുന്ന നിലയിലാണ് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ ജൈനമ്മയുടേതാണോ എന്ന തരത്തിൽ സംശയം മാത്രമേ നിലവിൽ ക്രൈംബ്രാഞ്ചിനുള്ളൂ. അത് സ്ഥിരീകരണത്തിലേക്ക് പോകണമെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണം ഉൾപ്പെടെ വേണ്ടിവരും. നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ആലപ്പുഴ കൃപാസനം കേന്ദ്രീകരിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നു. തുടർന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയതാകാം എന്നൊരു നിഗമനമാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനയോടെ കണ്ടെത്താൻ കഴിയും പെട്ടെന്ന് തന്നെ എന്ന് കരുതുന്നു. ഷിനോജ് എസ്റ്റിയാണ് വിശദവിവരങ്ങൾ നൽകിയത്.